കൊലോസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം 3:3. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഓരോ വ്യക്തിയും ഉള്ളിൽ സൂക്ഷിക്കേണ്ട മനോഭാവമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മരിച്ചു എന്ന് പറയുന്നത് പാപസംബന്ധമായി മരിച്ചു എന്ന അർത്ഥത്തിലാണ്. ആദാമ്യ പാപം നിമിത്തം ഓരോ മനുഷ്യനും ആത്മീയ മരണം സംഭവിച്ചവനായാണ് ഭൂമിയിൽ ജനിക്കുന്നത്. ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥയാണ് ആത്മീയ മരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പാപത്തിൽ ജീവിച്ചിരുന്ന ആ ആദാമ്യ സ്വഭാവം മരിച്ചു എന്നും ക്രിസ്തുവിനായി ആത്മീയ ജീവൻ പ്രാപിച്ചു എന്നും അംഗീകരിക്കണം. അപ്പോൾ ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് ദൈവത്തിനായി ജീവിക്കാൻ തുടങ്ങുന്നു. ദൈവവുമായി ആത്മീയ ബന്ധം ഉണ്ടാവുന്നു. ഇതെല്ലാം ആത്മീയ കാര്യങ്ങളാകിയാൽ നാം ഈ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് ജീവിക്കുന്നെങ്കിൽ മാത്രമേ അതിനാലുള്ള അനുഗ്രഹം പ്രാപിക്കാൻ കഴിയൂ. അതിനായി പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഉയരത്തിലെ അഥവാ സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം എന്നാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ, ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ ഭൂമിക്കുള്ളവനല്ല, സ്വർഗത്തിനുള്ളവനാണെന്ന തിരിച്ചറിവോടെ ജീവിക്കണം. ഇതല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ നമുക്ക് നിത്യമായി ജീവിക്കാനുള്ളത് ദൈവത്തോടൊപ്പം സ്വർഗത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. താൽക്കാലിക ലോകത്തിലെ വിഷമതകൾ നിത്യമായ സന്തോഷമൊരുക്കുന്നവയാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ സന്തോഷത്തോടെ അവയെ നാം സഹിക്കും. പാപം ചെയ്യാനുള്ള സ്വഭാവത്തെയാണ് മരിച്ചു എന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. നാം ബോധപൂർവം അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ പഴയ പാപ സ്വഭാവങ്ങളിൽ തന്നെ തുടരും. ഒരു ദൈവപൈതലിന് ചേരാത്ത കാര്യങ്ങൾ നമ്മിൽ നിന്ന് പൂർണ്ണമായി വെടിയണം. ക്രിസ്തുവിനോടുകൂടെ എൻ്റെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നും യേശുവിൻ്റെ രണ്ടാം വരവിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ വെളിപ്പെടുമെന്നും ചിന്തിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.